മറ്റൊരു പീഡനക്കേസിലും ഇന്ന് ശിക്ഷ വിധിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ 13 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതികൾക്ക് 23 വർഷം വീതം കഠിന തടവും 1.5 ലക്ഷം പിഴയും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് വർക്കല അതിവേഗ പ്രത്യേക കോടതി. 2017 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സ്കൂളിൽ നിന്നും പോകുന്ന വഴി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. വർക്കലയിൽ 13 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കോടതി വിധി പ്രസ്താവിച്ചു. വർക്കല ചെമ്മരുതി സ്വദേശി അനീഷിനെയും അതിന് സഹായം ചെയ്തു കൊടുത്ത സുഹൃത്തായ വർക്കല ചാവടിമുക്ക് സ്വദേശി ഷിജുവിനെയും ലൈംഗിക പീഡനത്തിന് 20 വർഷം വീതം തടവും 50,000 രൂപ പിഴയും, ശാരീരിക പീഡനത്തിന് 3 വർഷം വീതം തടവും 25,000 രൂപ വീത പിഴയുമാണ് വിധിച്ചത്. വർക്കല അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി സിനി SR ആണ് വിധി പ്രസ്താവിച്ചത്. 2017 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സ്കൂളിൽ നിന്നും 13കാരിയെ പ്രലോഭിപ്പിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റി വർക്കല ചാവടിമുക്കിലുള്ള സുഹൃത്തായ ഷിജുവിന്റെ വീട്ടിലെത്തിച്ചായിരുന്നു ഒന്നാം പ്രതിയായ അനീഷ് കുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ചത്. ഇരുവർക്കും ഒരേ ശിക്ഷ തന്നെയാണ് വർക്കല അതിവേഗ പ്രത്യേക കോടതി വിധിച്ചത്. വർക്കല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് അന്നത്തെ ഇൻസ്പെക്ടർ PV രമേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P ഹേമചന്ദ്രൻ നായർ ഹാജരായി. ഒന്നാം പ്രതിക്ക് 20 വർഷം തടവും, ബലാത്സംഗത്തിന് 20 വർഷം തടവും, കുട്ടിയെ ശാരീരിക പീഡിപ്പിച്ചതിന് 3 വർഷം തടവും, അപ്പോൾ 23 വർഷവും. രണ്ടാം പ്രതിക്കും അതേ ശിക്ഷ തന്നെയാണ് വിധിക്കുന്നത്. പിഴത്തുകയിൽ നിന്നും 1 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാനും കോടതി ഉത്തരവായി. കൂടാതെ നഷ്ടപരിഹാര തുക നൽകുന്നതിനായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.